ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ സലൂണിലോട്ട് പോകാൻ പറയുമ്പോൾ കുറച്ച് വേസ്റ്റ് പോലെ ഇരിക്കണം. അപ്പോൾ അതുകൂടെ കളഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ബാക്ക് സൈഡാണേ മൊത്തം പാർക്കിംഗ് ഫുൾ. സാറ്റർഡേ അല്ലേ, ഈ പാർക്കിങ്ങിൻ്റെ കച്ചവടമാണ് നമ്മുടെ വേസ്റ്റ് കളയുന്ന സ്പേസ്. വേസ്റ്റൊക്കെ കളഞ്ഞു. അവിടുത്തെ സൈഡ് ഭയങ്കര വെയിൽ. 10 മണിയായി, 10:05. അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. ഫ്രൈഡേ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് സാറ്റർഡേ നല്ല വർക്ക് വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങും. ആ കാണുന്ന വിൻഡോ ഇച്ചിരി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ റൂം. രാവിലെ കുക്കിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് വിൻഡോ ഓപ്പൺ ചെയ്ത് നെറ്റ് വലിച്ചിട്ടിട്ടാണ് വന്നത്. അല്ലെങ്കിൽ ഫുഡിൻ്റെ ഇത് പോവില്ല. സലൂൺ കയറി ബാഗ് വെച്ച് ക്ലീനിങ് ഒക്കെ ഇന്നലെ വൈകുന്നേരം ഇന്ന് ഞാൻ രാത്രി ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് രാവിലെ വരുമ്പോൾ എനിക്ക് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. വിളക്കിൻ്റെ അവിടെ മാത്രം ഒന്ന് ഒരുക്കി കത്തിക്കണം, അതേ ഉള്ളൂ പണി. അവിടെ ഒന്ന് എല്ലാം തൂത്തുടച്ച് വിളക്ക് കത്തിക്കണം. പിന്നെ കസ്റ്റമർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിച്ചോ. ബുദ്ധനെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഓണറിൻ്റെ ഹസ്ബൻഡ് ഒരു ബുദ്ധ ഫാനാണ്. ബുദ്ധനെ ഇവിടുത്തെ ഓണറിൻ്റെ ഹസ്ബൻഡ് പുള്ളിയുടെ ബിസിനസ്സിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് ചൈന പോയിട്ടാണ് പുള്ളി. ഇപ്പം മിക്കപ്പോഴും പോകും. അപ്പം അവിടെ പോയിട്ട് വന്നപ്പോഴാണെന്ന് തോന്നുന്നു. അതും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഇതുപോലുള്ള ആ സംഭവമാണ്. എന്തോ അങ്ങനെ അവിടെ നിന്ന് വിടും. ഞാൻ വന്നതിന് ശേഷം പക്ഷേ ബുദ്ധനെയാണോ അതാണോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പം രാവിലെ ഇവിടെ വന്ന് കണ്ണാടിയുടെ മുന്നേ ഞാൻ ഇരിക്കുന്നു. രാവിലെ മുടിയൊക്കെ വാഷ് ചെയ്തു. എന്നും വാഷ് ചെയ്യുകയാണെങ്കിൽ അത്ര എയർഫോൾ ഇല്ല. എയർഫോൾ ഉള്ളവരൊന്ന് എന്നും ഒന്ന് സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ക്ലീനാക്കി വാഷ് ചെയ്ത് നോക്കി. മീൻസ് നമ്മുടെ എയർഫോൾ കുറയും, ഡാൻഡ്രഫ് വരില്ല. സ്കാൽപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ എന്നും രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ ഈ സാധനം എടുത്ത് ഞാൻ അടിക്കും ഹെയറിൻ്റെ ഫ്രണ്ട് സൈഡിൽ നന്നായിട്ട്. കാരണം എൻ്റെ ഇവിടുന്നൊക്കെ അങ്ങ് മുടി കൊഴിഞ്ഞു പോയായിരുന്നേ. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ ബേബി ഹെയറും കാര്യങ്ങളൊക്കെ വന്നു. തീരാറായി. ചേച്ചി ഇന്നാൾ വാങ്ങാൻ പോയിട്ട് കിട്ടിയില്ല. വേറെ കസ്റ്റമറും പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ട് ഇങ്ങനൊന്ന്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ട് തന്നെ അടിച്ചു കൊടുക്കും. വെറുതെ വേസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം നേരത്തെ ഡെയിലി അടിച്ചുകൊണ്ടിരുന്ന ഇപ്പം അങ്ങനെയല്ല. ഒന്നിക്കൊന്നരാറും അടിയത്തുള്ളൂ. തീർന്നു പോകും. ബിക്കോസ് ഇച്ചിരിയേ ഉള്ളൂ ഇനി. നല്ലൊരു ഗുഡ് സ്മെല്ലാണ്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് രാവിലത്തെ കലാപരിപാടികളാണ് വന്നിട്ടുള്ളത്. സലൂണിൽ വന്നിട്ടുള്ള പരിപാടീസാണ് ഇങ്ങനെയുള്ള. ആ സാധനം എടുത്ത് രാവിലെ തലയിലടിക്കും. തലയിലടിക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ കിളിച്ചു വരും. നല്ലതാണ്. എൻ്റെ മുടി ഹെയർ ഫോളിൻ്റെ അല്ല റൂട്ടിൽ നിന്ന് മുടി മീൻസ് ഈ ഗ്യാപ്പൊക്കെ ഫില്ലായി മുടി ബേബി ഹെയർസ് വരും. അതുകൊണ്ട് ഞാൻ ഇതടിക്കും. ദൈവമേ നല്ലതായതുകൊണ്ടെന്ന് തോന്നി ഇപ്പോൾ തിരികെ കിട്ടാത്ത. 2 വട്ടം ചേച്ചി പോയപ്പോഴും ഞാൻ പറഞ്ഞത് ആ സാധനം വാങ്ങിക്കണം. ചേച്ചി അത് വേറെ ഷോപ്പിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറയണം. അവരുടെ മാജിക് ഗ്ലോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. അവരുടെ എല്ലാ സാധനവും തന്നെ. അവരുടെ സിറം, അവരുടെ ഒരു ഷാമ്പൂ കണ്ടീഷണറുണ്ട്, അർഗനോ ഇല്ല, അതെല്ലാം എല്ലാം മാജിക് ഗ്ലോ UAE ബ്രാൻഡാണ്. ഇവിടുത്തെ എന്താ പറയുക വാട്ടറിന് പറ്റിയ സാധനമാണ്. ഞാനിവിടെ വന്ന സമയത്ത് മമ്മ ഹെർത്തിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ 72 ദിർഹംസ് കണ്ടു കൊടുത്തായിരുന്നു ഞാൻ വാങ്ങുന്നത്. ഡാൻഡ്രഫും ഹെയർഫോളും കണ്ടു. ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. പക്ഷേ ഇത് നല്ലതാണ്. ഈ കണ്ണിൻ്റെ ഇവിടെ കണ്ടു ഇങ്ങനൊരു പഫ്നെസ് ഉണ്ട്. എനിക്ക് എന്തുവാന്ന് അറിയത്തില്ല. ഇന്നലെ രാത്രി ഒന്നും ഞാൻ മൊബൈലൊന്നും കണ്ടിട്ടേ ഇല്ല. കേട്ടു പക്ഷെ കണ്ടില്ല. കണ്ടു പഫ്നെസ്. ഒരു വീഡിയോ അല്ല, ഒരാൾ പറഞ്ഞായിരുന്നു മറ്റേ നമ്മുടെ സ്പൂണ് ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് 10 മിനിറ്റ്സ് അങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ തണുത്ത കുക്കുമ്പർ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ റോസ് വാട്ടർ ഡിപ്പ് ചെയ്ത് മറ്റേ കോട്ടൺ വെച്ചിട്ട് കൊണ്ടുപോകുക. ഇന്നലെ അത് ഞാൻ ചെയ്തു. കുക്കുമ്പറിൻ്റെ ഇതെടുത്തിട്ട് കൊണ്ടുവച്ചു. പക്ഷെ എനിക്ക് വലിയൊരു മാറ്റമൊന്നും വന്നില്ല. എന്തുവാണെന്നറിയില്ല. കൊളസ്ട്രോൾ എന്തായാലും ഇല്ല, അത് മാത്രം എനിക്കറിയാം. മീൻസ് ഇനി എന്താണെന്നറിയില്ല. ഇനി നാട്ടിൽ പോയിട്ട് വേണം ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ.
ഇവിടെ എനിക്ക് മെഡിക്കലില്ല. എന്നാലൊന്ന് ബി പി ലോ ആയപ്പോൾ വെക്കുന്നതിന് 200 ദിർഹംസ് പോയി. അതൊന്നും ഞാൻ പോരല്ലോ. ഐ ഡ്രോപ്പ് ഒഴിച്ചു, ഞാൻ തന്നെ ഒഴിക്കുന്നത്. അതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് വേസ്റ്റായി പോകും. ഓരോ രണ്ട് തുള്ളി വെച്ചിട്ട് 2 കണ്ണിലും ഇതാക്കണമെന്നാണ് ഇന്ന് വാങ്ങിച്ചപ്പോൾ അവിടെ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇതാക്കുമ്പോൾ ഏറെ അങ്ങ് വീണ് പോകും. എന്നിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഒഴിച്ചു പോകും. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് തീർന്നത്. ഞാൻ ലൈറ്റിന് കറക്റ്റ് താഴെയായിരിക്കുന്നത്, അതുകൊണ്ട് സ്കിന്ന് ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത കല്ലപ്പരിപാടി, അടുത്ത മോനെ വിളിക്കണം. ഇന്ന് മോന് ക്ലാസ് ഇപ്പോൾ എക്സാം നടക്കുന്നുണ്ട്. ഒരു ദിവസം എക്സാം, പിറ്റേ ദിവസം സ്റ്റഡി ലീവ്, പിന്നെ എക്സാം, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു, ഇന്ന് സ്റ്റഡി ലീവ്. അപ്പോൾ ഇന്ന് രാവിലെ അവനെ വിളിച്ചാൽ കിട്ടും. അപ്പോൾ രാവിലെ അവനെ വിളിക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കോഡിംഗ് ആണ്. അപ്പം ബൈ ബൈ.